കൊണ്ടുവന്നില്ലേ മോളെ? അവൾക്ക് പരിശീലനമേ. ഉണ്ണി എവിടെ? അവൻ ബോൾ ക്ലബിന്റെ സെക്രട്ടറി അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. മരുമകൾ വീട്ടിലില്ലേ? ഉണ്ട്. അവളെ കൂടി കൊണ്ടുവരാമായിരുന്നല്ലോ. തമ്പി എന്തായി പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസിന് കൂട്ടത്തിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പെണ്ണാണോ അവൾ? ആരെങ്കിലും ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തും. ബാലന് വിഷമം തോന്നൂല്ലേ? തോന്നണം. അങ്ങനെയെങ്കിലും അവൻ തെരഞ്ഞെടുത്ത പെണ്ണ് കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് അവൻ മനസ്സിലാക്കട്ടെ. മത്സരം ആരംഭിച്ചു. നമ്മൾ അവിടെ ആയിരുന്നപ്പോ അവന് ചോറ് വെച്ച് കൊടുത്തതല്ലേ, ഇനി അടുക്കള കാര്യമില്ല, അവനെ ഒന്ന് നോക്കട്ടെ. അത് തെറ്റൊന്നുമില്ല, പക്ഷെ ജോലി രാജിവെക്കട്ടെ. ബാല സമ്മതിക്കുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നീ ഇതൊന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. ശരി വെച്ചോ. കോമതി, ദാ നിന്റെ ശമ്പളം 100 രൂപ കൂടുതലുണ്ട്, ഇന്ന് എന്നെ പിരിഞ്ഞു പോയിക്കോളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കൊച്ചെന്ന് എന്നെ പറഞ്ഞു വിടുന്നത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു ഞാൻ പറഞ്ഞോ? ഇവിടെ ഇനി ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മാത്രമുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇന്ന് തന്നെ പൊയ്ക്കോ. നിന്റെ ഓഫീസിൽ നിന്റെ ഭാര്യ സ്റ്റെനോവായിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ആക്ഷേപമാണ്. അമ്മയ്ക്കത് വിഷമമാണെങ്കിൽ ഗീതയോട് രാജിവെക്കാൻ പറബാല. ഒരു ജോലിയുള്ളത് എന്തിനാ കളയുന്നത്? നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിലും കഴിയാനുള്ള സ്വത്ത് ഇവിടെയുണ്ട്. അത് തന്നെയല്ല, ഒരു ജോലിക്കാരുണ്ടായിരുന്നവൾ പിരിഞ്ഞുപോയി. ഇന്നത്തെ കാലത്ത് ഇനി വീട്ടുജോലിക്ക് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ഗീത ഉദ്യോഗം രാജിവെക്കണം പറയുന്നത് വീട്ടുജോലി ചെയ്യാൻ വേണ്ടിയാണോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വീട്ടുജോലി എന്നല്ലേ പറയുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ 3 പെണ്ണുങ്ങളില്ലേ? വീട്ടുജോലിക്ക് ആരും കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഗീത ജോലി രാജിവെക്കണം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം? നിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അത് അവളോടൊന്ന് ആലോചിച്ചിട്ടാ പറയാനൊക്കൂ. എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? അമ്മ പറഞ്ഞതില് തെറ്റൊന്നുമില്ല. അപ്പോ ഉദ്യോഗം രാജിവെക്കണം എന്നാണോ? അത് തീരുമാനിക്കേണ്ടത് ബാലേട്ടനല്ലേ? എന്റെ ഭാര്യ സ്റ്റെനോയായിട്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അമ്മയ്ക്ക് ആക്ഷേപമാണെന്ന് പറയുന്നു. മറ്റൊരു ഓഫീസിൽ സ്റ്റെനോയായിട്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഉദ്യോഗം റിസൈൻ ചെയ്യാം. ബാലേട്ടനൊന്ന് പറയേ വേണ്ടു. ഗീതയ്ക്ക് അതിൽ വിഷമമില്ലേ? ഞാനെന്തിനാ വിഷമിക്കുന്നത്? സ്വന്തമായി ഒരു വരുമാനം ഉള്ളത് ഉപേക്ഷിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. നിധി കിട്ടിയാളാണ് ഞാൻ. എനിക്കിനി സ്റ്റെനോയുടെ ശമ്പളം എന്തിന്? തകർത്ത് കളഞ്ഞല്ലോ എന്നെ. ഭയങ്കര അടി. ഈ നിധി എന്ന് പറഞ്ഞ എന്നെ ഉദ്ദേശാണോ? അപ്പോ ഉദ്യോഗം രാജിവെക്കാമെന്നല്ലേ? നമസ്തേ. നമസ്തേ. ഇതാരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? ഇരിക്കും. ഗീതേ, കാപ്പി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഒരു മഹിളാ സമാജം ഉണ്ടെന്ന് അറിയാമല്ലോ. കൊള്ളാം. അറിയാതിരിക്കാൻ കാര്യം? അതിന്റെ വാർഷികമാണ്. അധ്യക്ഷയായിട്ട് എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ദയവ് ചെയ്ത് എതിരൊന്നും പറയരുത്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറരുത്. ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ. ഞങ്ങളുടെ സംഘടനയുടെ ഭാഗ്യം. ഒരു ഗാനമേളയുണ്ട്. പാടേണ്ടത് ഞാനാണോ? ആ മോളെ, ഇവിടെ വരൂ. ഇരിക്കെ. ഇത് എന്റെ മകളാ, പ്രൊഫസർ സുലോചന. ഞങ്ങൾക്കറിയാം. മോളിവരൊക്കെ അറിയുമോ? പിന്നെ ഞങ്ങൾ പഴയ പരിചയക്കാരല്ലേ. സമ്മേളനത്തിന് പ്രൊഫസറെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കണോ? വേണ്ട വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. മോളില്ലാതെ അമ്മ ഒറ്റയ്ക്കൊന്നും പോവില്ലല്ലോ. ആ, ഇതെന്റെ മകൻ എഞ്ചിനീയർ ബാലകൃഷ്ണൻ. ഇവരേക്ക് എന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ. അമ്മ റിട്ടയർ ചെയ്തിരിക്കല്ലേ, അല്പസ്വല്പം മറവിയൊക്കെ കാണും.
മീറ്റിംഗിന് അധ്യക്ഷയായിട്ട് അമ്മയെ ചാക്കരാൻ ഇറങ്ങിയതായിരിക്കും. അതെ, ഒരു ഗാനമേളയുണ്ട്. ഇതാ വേണ്ട, ഞാൻ നീ കൊടുത്തു. തരാനാ പറഞ്ഞ. ഇതെന്റെ ഭാര്യ ഗീത. എന്റെ ഓഫീസിലെ സ്റ്റെനോയായിരുന്നു. ഇപ്പൊ ജോലി കളഞ്ഞു. വെറും ഭാര്യ. അടുക്കള ഭരണം. ഇരിക്കൂ. ഇങ്ങോട്ടിരിക്കെ. ഇരിക്കാനാ പറഞ്ഞത്. ആ, എന്നാ പരിപാടി? അടുത്ത 18-ാം തീയതി. ഓ, 18-ാം തീയതിയോ? ഞങ്ങൾ നേരത്തെ തന്നെ വരാം. അത് ഞങ്ങൾ ക്ഷണിച്ചില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. എങ്കിൽ വേഗം ഒന്ന് ക്ഷണിച്ചേക്ക്. എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ ക്ഷണിക്കുന്ന മോശമല്ലേ? മിസ്സസ് ഗീതയുടെ വീട് എവിടെയാ? അപ്പോ നിങ്ങൾക്കൊക്കെ പോകാൻ തിടുക്കമായിരിക്കും. പല സ്ഥലത്തും പോകാനുള്ളതല്ലേ? ഞങ്ങൾ ഇറങ്ങുകയാണ്. അല്ല, ഗീതയുടെ വീട് ചോദിച്ചില്ലേ? കൊട്ടാരക്കരയാണ്. അച്ഛനൊരു റിട്ടയർഡ് UP സ്കൂൾ അധ്യാപകനാണ്. പ്രോഗ്രാം നോട്ടീസ് അയക്കുമല്ലോ? നാളെ തന്നെ അയച്ചേക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ? വരട്ടെ വരട്ടെ. ശരി. അവനോ നാണമില്ല. നമ്മളീ നാണം കെടുത്താതെ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതെല്ലാം പ്രതികാരമാണെന്നേ. അവൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി പോയി അവസാനം അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. പകരം നമ്മുടെ രാധിക ഇവിടെ വരികയും ചെയ്യും. നീ നോക്കിക്കോ. നമസ്കാരം. ഓ, താങ്ക് യു. ഒരു കാപ്പി കുടിച്ചിട്ട് നമുക്ക് മീറ്റിങ്ങിന് പോകാം. വരൂ. ശരി, വാ മോനെ. നല്ല കാപ്പി. അമ്മ എവിടെ പോയി? അമ്മയും ചേച്ചിയും കൂടി മഹിളാ സമാജക്കാരുടെ പരിപാടിക്ക് പോയി. നിന്നെ വിളിച്ചില്ലേ? ഓ, ഞാൻ അവര് പോകാൻ നേരം നിന്നെ വിളിച്ചില്ല എന്നാ ചോദിച്ചേ. എന്നെ എന്തിനാ വിളിക്കുന്നേ? എന്തിനാണോ? വേഗം ഡ്രസ് മാറിട്ടോ. അയ്യോ, ഞാൻ പോകുന്നില്ല. പോകുന്നുണ്ട്. മര്യാദയ്ക്ക് പോയി മാറിട്ടോ. കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ളവയാണ്. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബലപരീക്ഷണം, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോര്, അങ്ങനെ കുടുംബ ഭദ്രതയുടെ അടിത്തറ തകർക്കുന്ന താളപ്പിഴകൾ നിരവധിയാണ്. ഇതിന്റെ എല്ലാം ഉത്ഭവം സ്നേഹമില്ലായ്മയിൽ നിന്നാണെന്ന് അല്പമൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന മഹത്വചനം നമ്മൾ മറക്കാതിരിക്കുക. ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്ന ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ പരസ്പരം സ്നേഹിക്കുക. എല്ലാ വികാരങ്ങളും നമുക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. പൊള്ളയായ തറവാടിത്വത്തിന്റെയും സമ്പന്നതയുടെയും പൊയ്മുഖങ്ങൾ വലിച്ചെറിയുക. ഒരു മുന്നുകൊണ്ടുപോലും അന്യരെ വേദനിപ്പിക്കാതിരിക്കുക. എന്റെ ഈ ഉപസംഹാര പ്രസംഗം ഇനിയും നീട്ടുന്നില്ല. അടുത്തതായി ഗാനമേളയാണ്. അതിനുവേണ്ടി ഈ വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് സമ്മേളനം കഴിഞ്ഞതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമസ്കാരം. സർ, അമ്പിളിക്കുട്ടിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ ഇവിടെ പാടുവാൻ പോകുന്ന അനുഗ്രഹീത ഗായകനായ ശ്രീമാൻ അമ്പിളിയെക്കുറിച്ച് രണ്ടു വാക്ക്. മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കാവുന്ന, ഇന്നും മലയാള സിനിമയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യനായ ശ്രീ അഭയദേവിന്റെ ചെറുമകനാണ് ഈ വലിയ ഗായകൻ എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഈശ്വരൻ അദ്ദേഹത്തിന്റെ കാലുകൾ തളർത്തിയിട്ട് പകരം കൊടുത്തത് സ്വർഗീയ സംഗീതത്തിന്റെ വർണ്ണച്ചിറകുകളാണ്. സ്വന്തം ദുർവിധിയോട് പടപൊരുതി വിജയിച്ച ആ സംഗീത സാർവഭൗമനെ ഈ സദസ്സിന്റെ മുമ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അമ്പിളി.